വെളിപാട് അധ്യായം 6. 6 മുദ്രകൾ തുറക്കുന്നു. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി. ആ 4 ജീവികളിലൊന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവനൊരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ചൈത്രയാത്ര ആരംഭിച്ചു. അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു. 1 ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, 1 ധനാറിന് 3 ഇടങ്ങഴി ദ്വാലി, എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. അതിന്റെ പുറത്തിരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4/1 അവർക്ക് അധികാരം ലഭിച്ചു. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. ഒരു വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അവർക്ക് അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കുവാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. ഞാൻ 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രനാകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്തുമാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹയിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു. അവ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു: ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ. സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്ന് കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിന്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു. ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? അധ്യായം 7. സംരക്ഷണ മുദ്ര. ഇതിനുശേഷം ഭൂമിയിലെ 4 കോണുകളിൽ 4 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. കരയിലോ കടലിലോ വൃക്ഷത്തിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ 4 കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു. വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷമോ നശിപ്പിക്കരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രത്തിൽ നിന്ന് ആകെ 140,000. യൂദാ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000, റൂബൻ ഗോത്രത്തിൽ നിന്ന് 12,000, ഗാദ് ഗോത്രത്തിൽ നിന്ന് 12,000, ആഷേർ ഗോത്രത്തിൽ നിന്ന് 12,000, നഫ്താലി ഗോത്രത്തിൽ നിന്ന് 12,000, മനാസെ ഗോത്രത്തിൽ നിന്ന് 12,000, ഷെമിയാൻ ഗോത്രത്തിൽ നിന്ന് 12,000, ലെവി ഗോത്രത്തിൽ നിന്ന് 12,000, ഇസ്കാർ ഗോത്രത്തിൽ നിന്നും 12,000, സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് 12,000, ജോസഫ് ഗോത്രത്തിൽ നിന്ന് 12,000, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിതർ 12,000. വിശുദ്ധരുടെ പ്രതിഫലം. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും കഴിയാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനങ്ങളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനു മുമ്പിലും കുഞ്ഞാടിന്റെ മുൻപിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിനു മുന്നിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു:
ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ നയിക്കുകയും ജീവജലത്തിന്റെ ഉറവുകളിൽ നിന്ന് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഏഴാം മുദ്ര, ധൂപകലശം. അവർ ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനകളോടുമൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമള ദിവ്യം അവന് നൽകപ്പെട്ടു. ദൂതന്റെ കയ്യിൽ നിന്ന് പരിമള ദിവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണറുകളും ഭൂമിയിൽ ഉണ്ടായി. 4 കാഹളങ്ങൾ. 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. ഒന്നാമൻ കാഹളം മുഴക്കി. അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി. അത് ഭൂമിയിൽ പതിച്ചു. ഭൂമിയുടെ 1/3 ഭാഗം വെന്തെരിഞ്ഞു. വൃക്ഷങ്ങളിൽ 1/3 കത്തിച്ചാമ്പലായി. പച്ചപ്പുല്ല് മുഴുവൻ കത്തിയെരിഞ്ഞുപോയി. രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി. തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ കടലിന്റെ മുന്നിൽ രക്തമായി. കടലിലെ ജീവജാലങ്ങളുടെ 1/3 ചത്തുപോയി. 1/3 ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തിൽ നിന്നടർന്ന് നദികളുടെ 1/3 നീരുറവുകളുടെ മേലും പതിച്ചു. ആ നക്ഷത്രത്തിന്റെ പേര് തിക്തകം എന്ന്. തിക്തകം. അത് വീണപ്പോൾ ജലത്തിന്റെ 1/3 തിക്തകമായി മാറി. ഈ ജലത്താൽ അനേകം പേർ മൃതിയടഞ്ഞു, കാരണം അത് കയ്പുള്ളതാക്കപ്പെട്ടിരുന്നു. നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യന്റെ 3/1 ചന്ദ്രന്റെ 3/1 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 1/1 ഇരുണ്ടുപോയി. പകലിന്റെ 3/1 ഇരുണ്ടുപോയി. അതുപോലെ തന്നെ രാത്രിയുടെ 3/1. പിന്നെ ആകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു, ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹളധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം, ദുരിതം, ദുരിതം. അധ്യായം 9. അഞ്ചാമത്തെ കാഹളം. അഞ്ചാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു. പാതാളഗർത്തത്തിന്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാളഗർത്തം തുടർന്നു. അവിടെ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി. ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ആ പുകയിൽ നിന്നും വെട്ടുകിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ തേളുകളുടേതുപോലുള്ള ശക്തി അവർക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ അല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ചക്കുടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. അവരുടെ പീഡനമാകട്ടെ തേള് കുത്തുമ്പോഴേതുപോലെ തന്നെ. ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും, പക്ഷേ കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും. വെട്ടുകിളികൾ പടക്കോപ്പണിഞ്ഞ കുതിരകൾക്ക് സദൃശ്യമായിരുന്നു. അവരുടെ തലയിൽ സ്വർണ്ണ കിരീടം പോലെ എന്തോ ഒന്ന്. മുഖം മനുഷ്യമുഖം പോലെയും. അവയ്ക്ക് സ്ത്രീകളുടേതുപോലുള്ള തലമുടി, സിംഹങ്ങളുടേതുപോലുള്ള പല്ലുകൾ, ഇരുമ്പ് കവചങ്ങൾ പോലുള്ള ശൽക്കങ്ങൾ. അവരുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് പായുന്ന അനേകം അശ്വരഥങ്ങളുടേത് ശബ്ദം പോലെ. അവയ്ക്ക് തേളുകളുടേതുപോലെ വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു. ഈ വാലുകളിൽ 5 മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു. പാതാളത്തിന്റെ ദൂതനാണ് അവരുടെ രാജാവ്. അവന്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബ്ദോൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ.
ഒന്നാമത്തെ ദുരിതം കടന്നുപോയി, 2 ദുരിതങ്ങൾ കൂടി ഇനിയും വരാനിരിക്കുന്നു. 6-ാമത്തെ കാഹളം. 6-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിന്റെ 4 കോണുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. അത് കാഹളം പിടിച്ചിരുന്ന 6-ാമത്തെ ദൂതനോട് പറഞ്ഞു, യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതനായി കഴിയുന്ന 4 ദൂതന്മാരെ അയച്ചുവിടുക. ആ 4 ദൂതന്മാരും വിമോചിതരായി. അവർ മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരാണ്. ഞാൻ കുതിരപ്പടകളുടെ എണ്ണം കേട്ടു. 10,000ങ്ങളുടെ 20,000 മടങ്ങ്. ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവയെയും കണ്ടു. അവർക്ക് തീയുടെയും ഇന്ദ്രനിലക്കല്ലിന്റെയും ഗന്ധകത്തിന്റെയും നിറമുള്ള കവചങ്ങൾ ഉണ്ടായിരുന്നു. കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ. അവരുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം മൃതരായി. ആ കുതിരകളുടെ ശക്തി വാലിലുമാണ്. അവയുടെ വാലുകൾ സർപ്പങ്ങളെ പോലെയാണ്. അവയ്ക്ക് തലകളുണ്ട്. ആ തലകൾ കൊണ്ട് അവ മുറിവേൽപ്പിക്കുന്നു. ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലകളെ പറ്റി അനുതപിക്കുകയോ പിശാചുകളെ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളുടെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുതപിച്ചില്ല. ചുരുളേന്തിയ ദൂതൻ. മേഘാവൃതനും ശക്തനുമായ വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവരുടെ ശിരസിന് മീതെ മഴവില്ല്, മുഖം സൂര്യനെ പോലെ, പാദങ്ങൾ അഗ്നിസ്തംഭം പോലെയും. അവന്റെ കയ്യിൽ നിവർത്തിയ ചെറിയൊരു ഗ്രന്ഥച്ചുരുൾ ഉണ്ടായിരുന്നു. അവൻ വലതുകാൽ കടലിലും ഇടതുകാൽ കരയിലും ഉറപ്പിച്ചു. സിംഹഗർജനം പോലെ ഭയങ്കര സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു, ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമായിരിക്കട്ടെ, അത് രേഖപ്പെടുത്തരുത്. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലതു കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബരം ഉണ്ടാവുകയില്ല. 7-ാമത്തെ ദൂതൻ മുഴക്കാനിരുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ അവന്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും. ചുരുൾ വിഴുങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. അതെന്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. 2 സാക്ഷികൾ. ദണ്ഡ് പോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിന്റെ മുറ്റം അളക്കണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42-ാം മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമെതിക്കും. ചാക്കൊടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവയുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയത്തെ രക്തമായി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികൾ കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്റ്റ് എന്നും പ്രതീകാത്മകമായി വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്.
ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിനു ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു: ഇങ്ങോട്ട് കയറി വരുവിൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിലെ 11 നിലം പതിച്ചു. മനുഷ്യരിൽ 7,000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2-ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ 3-ാമത്തെ ദുരിതം വേഗം വരുന്നു. 7-ാമത്തെ കാഹളം. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരമുണ്ടായി: ലോകത്തിന്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിന്റേതും അവിടുത്തെ അഭിഷിക്തന്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു: ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കുവാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കുവാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയക്കുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയം സമാഗതമായി. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണറുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അധ്യായം 12. സ്ത്രീയും ഉഗ്രസർപ്പവും. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലകളും 10 കൊമ്പും. തലയിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളുടെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു: ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവർ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി
അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അധ്യായം 13. രണ്ട് മൃഗങ്ങൾ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പുകളും 7 തലകളും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദേവഭൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലി പോലെയായിരുന്നു. അതിന്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ് സിംഹത്തിന്റേതുപോലെയും. സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും അതിന്റെ അധികാരവും അതിന് കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു: ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇവനോട് പോരാടാൻ ആർക്ക് കഴിയും? ദൈവദൂഷണം വൻപും പറയുന്ന 2 വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടവരുതി അതിനെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരം ലഭിച്ചു. വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കുന്നവർ വാളിനിരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിന്റേതുപോലുള്ള 2 കൊമ്പുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അതിന്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴി തെറ്റിച്ചു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർബന്ധിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശേഷി ലഭിക്കുവാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത്. ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത് കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. അധ്യായം 14. കുഞ്ഞാടും അനുയായികളും. ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോട് കൂടെ 44,000 പേരും. അവന്റെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ എരുമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമീട്ടുന്നത് പോലെ ഒരു സ്വരം. അവർ സിംഹാസനത്തിനും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 140,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരുമാണ്. 3 ദൂതന്മാർ. മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു: മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളും കുടിച്ചിരുന്ന അവൾ നിലംപതിച്ചു. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു:
ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കൈയിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിന്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയിടുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ചു സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് എന്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. വിളവെടുപ്പ്. പിന്നെ ഞാൻ കണ്ടു, ഇതാ വെൺമേഘം, മേഘത്തിന് മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവന്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്തുകൊള്ളുക, അരിവാൾ എടുത്തു കൊയ്യുക, കൊയ്ത്തിന് കാലമായി. ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാൾ കൊണ്ട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിന്റെ ക്രോധമാകുന്ന വലിയ മുന്തിരിച്ചക്കിലിട്ടു. പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം മാറ്റി. ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൻ വരെ ഉയരത്തിൽ 600 സ്ഥാദിയോൻ നീളത്തിൽ രക്തപ്രവാഹം ഉണ്ടായി. അധ്യായം 15. വിജയികളുടെ സ്തുതിഗീതം. സ്വർഗത്തിൽ മഹത്വവും വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്. എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിന്റെ ക്രോധം അവസാനിക്കുന്നത്. അഗ്നിമയമായ പളുങ്കു കടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യന്മേലും വിജയം വരിച്ച് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെ ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു, സർവശക്തനും ദൈവവുമായ കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. കർത്താവെ, അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട്? അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും, കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം സ്വർഗത്തിൽ സാക്ഷികൂടാരത്തിന്റെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ സിറിയ കോവിലിൽ നിന്ന് പുറത്തു വന്നു. അവർ ധവള വസ്ത്രം ധരിച്ചിരിക്കുന്നു. വക്ഷസ്സിൽ പൊന്നുകൊണ്ടുള്ള ഇടക്കച്ച കെട്ടിയിരിക്കുന്നു. 4 ജീവികളിലൊന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ക്രോധം നിറച്ച 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിലിൽ നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല.